ശ്രീമതി കെ രമ. സർ, വടകര മുനിസിപ്പാലിറ്റിയിലെ തീരത്ത് നിന്നും കടലിൽ മത്സ്യബന്ധനത്തിന് പോയി അപകടത്തിൽപ്പെട്ട് മരണപ്പെട്ട കൊയിലാണ്ടി വളപ്പിലെ ഫൈജാസ് എന്ന ചെറുപ്പക്കാരൻ ഒരു കുടുംബത്തിൻ്റെ ഏക ആശ്രയമായിരുന്നു. അവരുടെ ഉപ്പ അവരുടെ സാമ്പത്തിക സഹായത്തിന് വേണ്ടിയിട്ട് ഒരു അപേക്ഷ നൽകിയിട്ട് 1 വർഷം കഴിഞ്ഞു, ഇതുവരെ പരിഗണിക്കപ്പെട്ടിട്ടില്ല. സർ, ഈ കടൽ ജീവൻ പണയം വെച്ച് മത്സ്യബന്ധനത്തിന് കടലിൽ പോകുന്ന ഈ മത്സ്യത്തൊഴിലാളികൾക്ക് ഉപാധികളില്ലാതെ ധനസഹായം ചെയ്യാൻ സർക്കാർ തയ്യാറാകുമോ എന്നും അതുപോലെ തന്നെ ഫൈജാസിൻ്റെ കുടുംബത്തിന് അടിയന്തരമായ സഹായം ചെയ്യാൻ സർക്കാർ നടപടി സ്വീകരിക്കുമോ എന്നതാണ് ചോദ്യം. സർ, ഈ ഗവൺമെന്റ് വരുമ്പോൾ നമ്മൾ ഈ മരണപ്പെട്ട ആളുകളുടെ ഇൻഷുറൻസ് കൊടുത്തതുമായി ബന്ധപ്പെട്ട ഒരു കണക്കെടുത്ത് സർ, ആ കണക്ക് പ്രകാരം കേരളത്തിൽ 151 ആളുകൾ മരിച്ചതിന് പണം കൊടുക്കാൻ കഴിയാതെ പോയി. അതിനുവേണ്ടി ഞാനും അന്നത്തെ മന്ത്രിയായിരുന്ന ആന്റണി രാജുവും പങ്കെടുത്തുകൊണ്ട് തിരുവനന്തപുരത്തും കോഴിക്കോടും 2 അദാലത്ത് നടത്തി. സാർ, അഭിമാനത്തോടെ ഞാൻ പറയുന്നു, കേരള ചരിത്രത്തിൽ ആദ്യമായി ഇതിൽ 131 പേർക്ക് 10 ലക്ഷം രൂപ വീതമുള്ള പണം വാങ്ങിക്കൊടുത്തു എന്നുള്ളതാണ് അതിനകത്തൊരു കാര്യം. രണ്ടാമത്തെ കാര്യം, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ പ്രഖ്യാപിച്ചൊരു കാര്യമുണ്ട്, നടപ്പാക്കിയൊരു കാര്യമുണ്ട്. ഈ കരുനാഗപ്പള്ളിയിൽ മരണപ്പെട്ട ആളുകൾ അപകടത്തിൽ മരണപ്പെട്ടപ്പോൾ ഇവർക്ക് ഇൻഷുറൻസ് ഇല്ലായിരുന്നു. സർ, പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻഷുറൻസ് എടുക്കാൻ വേണ്ടി എല്ലാ തരത്തിലും സർ മുഴുവൻ സൗജന്യമായി കൊടുക്കുകയാണ്. എന്നിട്ട് ഇൻഷുറൻസ് എടുക്കാതെ അപകടത്തിൽപ്പെട്ട് കഴിയുമ്പോൾ പണം വേണം എന്ന് പറഞ്ഞു വരുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. എന്നാൽ ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു, ഏത് തരത്തിലുള്ള അപകടം സംഭവിച്ചു വന്നാലും 5 ലക്ഷം രൂപ വരെ കൊടുക്കാനുള്ള പ്രഖ്യാപനം നടത്തി. കരുനാഗപ്പള്ളിയിൽ മരിച്ചവർക്ക് 5 ലക്ഷം രൂപ കൊടുക്കുകയും ചെയ്തു. അങ്ങ് ഉന്നയിച്ച കേസ് പ്രത്യേക കേസായിട്ട് എഴുതി തന്നാൽ അത് പരിഗണിച്ചിട്ട് ആവശ്യമായ നടപടി നമ്മൾ സ്വീകരിക്കുന്നു.